സഭാ സമ്മേളനം കഴിഞ്ഞു. നിയമസഭയിൽ പ്രതിപക്ഷം സ്വീകരിച്ച നിലപാട് ശരിയാണ്. ഇതായിരുന്നു മാധ്യമപ്രവർത്തകന്റെ ചോദ്യം. അതിന് മുഖ്യമന്ത്രി നൽകിയ മറുപടിയുണ്ട്. സഭ മുടക്കാൻ വേണ്ടി മാത്രം സഭയിൽ വരുന്ന പ്രതിപക്ഷമോ? ലോകത്ത് എവിടെയെങ്കിലും ഇത് കണ്ടിട്ടുണ്ടോ? ഈ ചോദ്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അദ്ദേഹത്തിന്റെ വാക്കുകൾ മുഴുവൻ കേൾക്കാം. സഭയിൽ പ്രതിപക്ഷം ഉന്നയിക്കുന്ന കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ സർക്കാർ പലവട്ടം തയ്യാറായിട്ടു. പ്രതിപക്ഷ നേതാവ് പുറത്തു പറയുന്നത് പ്രതിപക്ഷത്തിന്റെ അവകാശങ്ങൾ സർക്കാർ സംരക്ഷിക്കുന്നില്ല എന്നാണ്. ഇത് സർക്കാർ ഇതിനെ സംബന്ധിച്ച് പ്രതിപക്ഷ നേതാവിന്റെ അഭിപ്രായത്തെ കുറിച്ച് എന്താ പറയുന്നത്? ഇത് വളരെ പ്രത്യേകതയാർന്ന ഒരു കാര്യമാണ്. നമ്മുടെ നിയമസഭ നല്ല രീതിയിൽ കാര്യങ്ങൾ ചർച്ച ചെയ്താണ് എല്ലാ കാര്യങ്ങളും. ഇപ്പോൾ പ്രധാനപ്പെട്ട ഒട്ടേറെ നിയമനിർമ്മാണങ്ങൾ ഈ സഭയിൽ നടത്തുകയുണ്ടായി. അതുമായി ബന്ധപ്പെട്ട് ഒരു സഹകരണവും ഇവരുടെ ഭാഗത്തുനിന്ന്, പ്രതിപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടായില്ല. എല്ലാ സഭാ നടപടികളും അലങ്കോലപ്പെടുത്തുന്ന നിലപാടാണ് ഉണ്ടായത്. ഞാൻ നേരത്തെ പറഞ്ഞതാണ്, അതുകൊണ്ട് ഞാനത് വിശദമായിട്ട് പറയാൻ പോകുന്നില്ല. സഭാ നടപടികൾ അലങ്കോലപ്പെടുത്തുക എന്ന് പറയുന്നത് എപ്പോഴാണ്? സഭാ നടപടികളിൽ പ്രതിപക്ഷം ആവശ്യപ്പെടുന്നൊരു കാര്യത്തിൽ ഭരണ വിഭാഗത്തിൽ നിന്ന് സഹകരണമില്ലാതിരിക്കുമ്പോഴാണ്. അതായത് ഒരു ചോദ്യം വരുന്നു, മറുപടി പറയുന്നില്ല, അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു, അത് സമ്മതിക്കുന്നില്ല, ചർച്ച ചെയ്യാൻ സമ്മതിക്കുന്നില്ല, ഒരു കാര്യം ചോദിച്ചാൽ മറുപടിയില്ല. അങ്ങനെയൊക്കെ വരുമ്പോഴാണ് സഭാ നടപടിയിൽ സഭയിൽ ബഹളമുണ്ടാവുക. ഇവിടെ ഞങ്ങൾ മറുപടി പറയാൻ സന്നദ്ധല്ലേ? ഏത് പ്രശ്നം വന്നാലും മറുപടി പറയാൻ സന്നദ്ധമാണല്ലോ. നിയമസഭയിൽ ചർച്ച ചെയ്ത അടിയന്തര പ്രമേയങ്ങൾ നോക്കൂ നിങ്ങൾ. അടിയന്തര പ്രമേയം ഉന്നയിക്കുന്നു, നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറയുന്നു, ചർച്ച ചെയ്യുന്നു. ഇവിടെ ഒരു പ്രശ്നവും ഉന്നയിച്ചില്ലല്ലോ. ഒരു പ്രശ്നവും ഉന്നയിക്കാതെയാണല്ലോ കാര്യങ്ങൾ നടത്താൻ നോക്കിയത്, ബഹളം നടത്താൻ നോക്കിയത്. ഞങ്ങൾ ചോദിച്ചല്ലോ, അവിടെ തന്നെ ചോദിച്ചല്ലോ, നിങ്ങൾ എന്താണ് പ്രശ്നമെന്ന് ഉന്നയിക്കൂ, നമുക്ക് ചർച്ച ചെയ്യാമല്ലോ. ഇങ്ങനൊരു പ്രതിപക്ഷം എവിടെയെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഈ കേരളത്തിലല്ലാതെ നമ്മുടെ രാജ്യത്തോ ലോകത്തോ എവിടെയെങ്കിലും ഈ സഭയിൽ ബഹളം കാണിക്കാൻ മാത്രമായിട്ടൊരു പ്രതിപക്ഷം വരുമോ? പ്രതിപക്ഷത്തിനൊരു ആവശ്യമുണ്ടാവും. ആ ആവശ്യത്തോട് ഗവൺമെൻറ് പ്രതികരിക്കുന്നില്ല, അപ്പോഴാണ് ബഹളം വരുന്നത്. ഇവിടെ എന്താണോ ആവശ്യം അത് നിങ്ങൾ ഉന്നയിക്കൂ, ഞങ്ങൾ മറുപടി പറയാൻ തയ്യാറാണ്. ചർച്ചയാണ് വേണ്ടതെങ്കിൽ ചർച്ച ചെയ്യാം എന്ന നിലപാട് ഞങ്ങൾ എടുക്കുകയല്ലേ. അപ്പോൾ അത്രമാത്രം പരിഹാസ്യമായ നിലയാണ് ഉണ്ടായത്. പിന്നെ അതിനെയൊക്കെ സഹായിക്കാനും പിന്താങ്ങാനും ഒക്കെ നിങ്ങൾ ചിലർ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ സ്ഥാപനങ്ങൾ ചിലത് തയ്യാറുണ്ട് എന്നുള്ളത് കൊണ്ട് അവർക്കതൊരു ഹരമായിട്ട് വരുന്നുണ്ട്. അതേ കാണുള്ളൂ. ഇനി നമുക്ക് ഇവിടെ നിർത്താം. ഏത് അത് ഈ കാര്യങ്ങളെപ്പറ്റി ഒരു വിവരവുമില്ലാത്ത ഏതോ ഒരു മഹാവിദ്വാൻ പറഞ്ഞ കാര്യമാണ് കേട്ടോ. കാരണം ഈ മന്ത്രിമാരായിട്ടിരിക്കുന്നയാൾ എവിടെ ഇരുന്നാലും, അത് വീടായാലും ഓഫീസായാലും, അത് ഔദ്യോഗികമായിട്ടുള്ള കേന്ദ്രമാണ്. ഔദ്യോഗിക വസതിയോ ഔദ്യോഗികമായ ഓഫീസോ അത് സാധാരണഗതിയിൽ ആളുകളെ കാണുന്നതും സ്വീകരിക്കുന്നതുമായ സ്ഥലമാണ്. അതിനെക്കുറിച്ച് പറയാൻ തയ്യാറായി എന്നുള്ളത്, അത് നിങ്ങൾ ചോദിക്കാൻ തയ്യാറായി എന്നുള്ളത് ആശ്ചര്യകരമായൊരു കാര്യമാണ്. ഇൻസ്റ്റാഗ്രാം പോസ്റ്റില് വളരെ ഇതായിട്ടുള്ള എഴുതിയിട്ട് വെച്ചിരിക്കുന്നത്, RSSൽ ചെറുപ്പകാലം മുതൽ വർക്ക് ചെയ്ത ആളാണ്. RSSൽ വെച്ച് ഞാൻ ചെറുപ്പകാലം മുതൽ ലൈംഗികമായിട്ട് പീഡിക്കപ്പെട്ടിട്ടുണ്ടെന്നും അതിൽ നടപടി എടുക്കേണ്ടതുണ്ടെന്ന് പറഞ്ഞൊരു ഒരു ഇൻസ്റ്റാഗ്രാം പോസ്റ്റ് എഴുതിയിട്ടാണ് അങ്ങനെ ആത്മഹത്യ ചെയ്തത്. അതിൽ തമ്പാനൂർ പോലീസ് FIR ഇട്ടിട്ടുണ്ട്. പക്ഷേ FIR അത്തരം ഡീറ്റെയിൽസുകളൊന്നും ഇല്ല. അത്തരം കേസുകൾ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. ഞാൻ ആ വാർത്ത വായിച്ചിരിക്കുന്നു. അതുമായി ബന്ധപ്പെട്ട നിയമ നടപടികൾ നടക്കുന്നുണ്ടാവും. അത് ഞാൻ അന്വേഷിച്ചിട്ടില്ല. ഏതായാലും നിയമ നടപടികൾ നടക്കുന്ന ഒരു നാടാണല്ലോ നമ്മുടെ കേരളം. സ്വാഭാവികമായിട്ടുള്ള നടപടികളിലേക്ക് കടന്നിട്ടുണ്ടാവും. അനുമതി കിട്ടി. അല്ല, ഇപ്പം അനുമതി കിട്ടി, അവിടെ നിന്നാൽ മതി തൽക്കാലം. ശരി. അതെ, അതാണ് നിങ്ങൾക്കുള്ള വേറൊരു അബദ്ധം. നിങ്ങൾ ആദ്യം വാർത്ത കൊടുത്തപ്പോൾ ഇത്രാം തീയതി മുതൽ ഇത്രാം തീയതി വരെ എന്നാണ്. അതിപ്പോൾ എൻ്റെ യാത്രയുടെ അവസാന തീയതിയാണ് പറഞ്ഞത്. ഞാൻ യാത്ര ചെയ്യുന്നത് ഇവിടുന്ന് ഗൾഫിൽ പോകുക എന്ന് പറയുന്നത് നമ്മൾ ഡൽഹി പോകുന്ന ദൂരമല്ലേ യഥാർത്ഥത്തിൽ പല ഗൾഫ് രാജ്യങ്ങളും.
അവിടെ പോയി വരുന്നതിന് ഗൾഫിൽ ഡൽഹിയിൽ പോയി അത്ര സമയം ചിലപ്പോൾ വേണ്ടി വരില്ല. ആ കണക്കിന് അവിടുത്തെ പരിപാടി എന്ന് പറയുന്നത് വെള്ളിയാഴ്ച ആണ് പ്രധാനമായിട്ട് ലീവുള്ള ദിവസം. ശനിയാഴ്ചയും വരും, ചിലയിടത്ത് ശനിയും ഞായറും ഉണ്ട്. അപ്പോൾ ഒരാഴ്ച ഒരു സ്ഥലത്ത് പോവും, ഇങ്ങോട്ട് വരും, അടുത്ത ആഴ്ച മറ്റൊരു സ്ഥലത്ത് പോവും. അങ്ങനെയാണ് പരിപാടി. ആ പരിപാടിക്ക് നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണം അവിടെ ഉണ്ടാവുമല്ലോ. അത് മതി. ഓക്കെ, ഇനി മതി.